അടിയന്തര ലാൻഡിംഗ് നടത്തിയ F-35B എന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരികെ പറന്നു. 5 ആഴ്ചയ്ക്ക് ശേഷമാണ് ബ്രിട്ടീഷ് നേവിയുടെ വിമാനവാഹിനി കപ്പൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് തിരികെ പറന്നത്. UK-യിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തി അറ്റകുറ്റപ്പണികൾ ചെയ്ത ശേഷമാണ് മടക്കം. ഇന്നലെയാണ് തിരികെ പറക്കാനുള്ള അനുമതി F-35Bക്ക് ലഭിച്ചത്. ജൂൺ 14-ന് UK-യിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പറക്കുന്നതിനിടെയാണ് വിമാനം കേരളത്തിലേക്ക് വഴിതിരിച്ചു വിടേണ്ടി വന്നത്. കുറഞ്ഞ ഇന്ധനനിലയും പ്രതികൂല കാലാവസ്ഥയും നേരിട്ട് പൈലറ്റ് അടുത്തുള്ള വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. ഇന്ത്യൻ വ്യോമസേന ഉടനെത്തി തിരുവനന്തപുരത്ത് ലാൻഡിംഗ് സൗകര്യമൊരുക്കുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിന്റെയും ഓക്സിലറി പവർ യൂണിറ്റിന്റെയും തകരാറുകളാണ് ആദ്യം പരിഹരിച്ചത്. തുടർന്ന് വിമാനത്താവളത്തിലെ ഹാങ്ങറിൽ നിന്ന് പുറത്തിറക്കി എഞ്ചിന്റെ ക്ഷമത പരിശോധിച്ചുറപ്പാക്കി. പറത്തിക്കൊണ്ടുപോകാൻ കഴിയുമോ എന്ന സംശയം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണികൾ വിജയകരമായി പൂർത്തിയാക്കിയതോടെ വിമാനം പറത്തിക്കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ ആഴ്ചയോടെ പൂർത്തീകരിക്കുകയായിരുന്നു. ദിവസേന 26,000 രൂപയിലേറെ വാടകയാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ തിരുവനന്തപുരം വിമാനത്താവളത്തിന് നൽകേണ്ടത്. 33 ദിവസത്തേക്കായി 9 ലക്ഷത്തോളം രൂപ വാടകയിനത്തിൽ മാത്രം F-35ന് ചെലവുണ്ട്. ലോക്ക്ഹീഡ് മാർട്ടിൻ രൂപകൽപ്പന ചെയ്ത F-35B ലോകത്തിലെ ഏറ്റവും ചെലവേറിയ യുദ്ധവിമാനങ്ങളിലൊന്നാണ്.